ഒരു വർഷം കഷ്ടിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റുന്നവരൊക്കെ മയാസീറുൽ മുസ്ലിം എന്ന് പറയുന്ന ഗണത്തിലാണ് പെടുക. മയാസീർ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം സമ്പന്നന്മാർ. ആ നാട്ടിൽ ഒരാൾ പട്ടിണി കിടന്നാൽ പടച്ച റബ്ബ് അവരോട് ചോദിക്കും. ഒരാൾ വിവസ്ത്രനായാൽ, വസ്ത്രമില്ലാത്ത ആളായാൽ അവനോട് ചോദിക്കും റബ്ബ്. ഹദീസ് ഉണ്ടല്ലോ, എനിക്ക് വിശന്നു, നീ എനിക്ക് അന്നം തന്നില്ല എന്ന് റബ്ബ് പറയും. ഈ മനുഷ്യൻ ചോദിക്കും, എങ്ങനെ പടച്ചവനെ നിനക്ക് വിശക്കുക? എൻ്റെ സാധുവായൊരു അടിമക്ക് വിശന്നു, നീ അവന് അന്നം കൊടുത്തില്ല, എന്നാൽ നീ എനിക്ക് തിന്നതിന് തുല്യമായിരുന്നു. ഞാൻ നഗ്നനായി, നീ എനിക്ക് വസ്ത്രം തന്നില്ല. ഇതേ ചോദ്യം ചോദിക്കും, ഇതേ മോഡൽ മറുപടിയും വരും. ഞാൻ രോഗിയായി, നീ സന്ദർശിച്ചില്ല. എന്നുവെച്ചാൽ ആ നാട്ടിലെ പാവപ്പെട്ട രോഗിയായി, നീ അവനെ പരിചരിച്ചില്ല, പോയില്ല, സന്ദർശിച്ചില്ല, ആശ്വാസം പറഞ്ഞില്ല, മരുന്ന് വേണോ ചോദിച്ചില്ല. ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പുറത്തേക്ക് എഴുതിയ മരുന്ന് വാങ്ങാൻ കഴിയാതെ അവിടുന്ന് കിട്ടണ ആ ഒരു മെഡിസിനായിട്ട് ഒപ്പിച്ച് രോഗം മാറാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ കരുതും കേരളം എല്ലായിടത്തും വലിയ വലിയ വീട്, റോഡ്, കാറ് ഒക്കെ റെഡിയാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കോഴിക്കോട് പോയി നോക്കൂ. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ മുന്നിൽ എത്ര നീണ്ട വരിയാണ് ഇത്തിരി കഞ്ഞിക്ക് വേണ്ടി ജനങ്ങൾ നിൽക്കുന്നത്, കാത്തു നിൽക്കുന്നത്. സ്വാതന്ത്ര്യം മാത്രമല്ല, അവിടെ വേറെ കുറേ സന്നദ്ധ പ്രവർത്തകരുണ്ട്, സംഘടനകളുണ്ട്. എത്ര നീണ്ട വരിയാണ് രണ്ട് കയ്യിൽ കഞ്ഞിക്ക് വേണ്ടി അവർ നിൽക്കുന്നത്. ചിലപ്പോൾ അവിടെ ഹോട്ടലിൽ പോയാൽ 25 രൂപക്ക് കഞ്ഞി കിട്ടുമായിരിക്കും. ആ 25-ന് വലിയ വില ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ മുമ്പിൽ ഇതുവരെ കൈനീട്ടി ശീലമില്ലാത്ത ആളുകൾ കഞ്ഞിപ്പാത്രമായിട്ട് ഒച്ചനിച്ച് നിൽക്കുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ആശുപത്രിയിലുള്ള ഭക്ഷണം മുടക്കാനൊന്നും പറ്റൂല. നമ്മുടെ കേരളത്തിൽ ഇപ്പം അങ്ങനെ ഒരു വിവാദം നടക്കുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ദുരുദ്ദേശങ്ങളില്ലാതെ കൊടുക്കുക എല്ലാവരും, കൊടുക്കണവരൊക്കെ. എന്ത് ചിന്തിച്ചിട്ടാണെങ്കിലും അത്തരം നന്മകളെ തടയാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാനോ. നമുക്ക് ധാരാളം ഉള്ളപ്പോൾ തോന്നും എന്തിനാപ്പത്, പക്ഷെ ഇല്ലാത്ത ആളുകൾ അനന്ത കോടിയുണ്ടെന്ന ബോധം നമുക്കുണ്ടാകും.